Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu falan tajida lahu waliyyan murshida. Allahumma salli ala Muhammadin wa ala ali Muhammad. كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون. ബഹുമാന്യരായ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹിജാബ് വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ആഴ്ച നാം ഖുത്ബ നിർവഹിച്ചത്. ഹിജാബ് കേവലം ഐച്ഛികമല്ല. ഒരു വിശ്വാസിനിയായ ഒരു മുസ്ലിം സ്ത്രീക്ക് ഹിജാബ് അനിവാര്യമാണ് എന്ന വസ്തുത ബോധ്യപ്പെടുത്താനാണ് അതിൻ്റെ ഒന്നാമത്തെ വശം നാം പ്രയോജനപ്പെടുത്തിയത്. ആ ഖുത്ബയുടെ ഒരു വശം അതായിരുന്നു. ഹിജാബിൻ്റെ അനിവാര്യത നമുക്ക് സ്വയം ബോധ്യപ്പെടുകയും സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ ഈ പശ്ചാത്തലത്തെ നാം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമതായി നാം പറഞ്ഞത്, ഇത്തരം വിവാദങ്ങളെ മറയാക്കി സമൂഹത്തെ ധ്രുവീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ശ്രമങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ കൂടി, എന്ന് പറഞ്ഞാൽ സമൂഹം ധ്രുവീകരണത്തിലേക്ക് പോവാതിരിക്കാൻ ആവശ്യമായ ജാഗ്രത കൂടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആ രണ്ടാമത്തെ പോയിൻ്റ് ഒന്നുകൂടി വിസ്തരിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സമൂഹത്തിൽ ധ്രുവീകരണമുണ്ടാക്കാനുള്ള കുൽസിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഹിജാബ് വിവാദത്തിൻ്റെ പിറകെ വന്ന ധാരാളം തർക്കകുതർക്കങ്ങളും അതുപോലെ തന്നെ ധാരാളം ചർച്ചകളുമെല്ലാം ഒരുപക്ഷെ സമൂഹത്തെ വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് നാം കൃത്യമായിട്ടും വിലയിരുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതോ ഒരു സംഘടനാ നേതാവ്, ഒരു ജൂനിയർ സംഘടനാ നേതാവ് ഹിജാബ് ധരിക്കാൻ അനുവദിക്കാത്ത സ്കൂളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് മുഖപുസ്തകത്തിൽ കുറിച്ചിടുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആത്മരോഷം കൊണ്ട് അദ്ദേഹം പറഞ്ഞതാവാം. പക്ഷെ അതിന് പിറകെ തന്നെ വന്നു, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഹലാൽ ബിസിനസ്സുകളുടെ ലിസ്റ്റും പ്രസിദ്ധീകരിക്കും, ഹലാൽ കച്ചവടങ്ങളുടെ ലിസ്റ്റും പ്രസിദ്ധീകരിക്കുമെന്ന് വെല്ലുവിളിയായിട്ട് വന്നു. ഇത് രണ്ടും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി സംഭവിച്ചാൽ പോലും അതിനൊന്നും പ്രത്യേകിച്ചൊരു എഫക്റ്റും സമൂഹത്തിൽ ഒരു സ്വാധീനവും ഉണ്ടാവാൻ പോകുന്നുമില്ല എന്നുള്ളതാണ്. ആളുകളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലോ അതല്ലെങ്കിൽ വാട്സപ്പിലോ എഴുതിവിടുന്ന കാര്യങ്ങൾക്കനുസരിച്ചല്ലല്ലോ സമൂഹം നിലനിൽക്കുന്നത്. പക്ഷേ ഇത്തരം ചർച്ചകൾ
എല്ലാം കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ അപകടകരമായ രീതിയിൽ ധ്രുവീകരണമുണ്ടാക്കും എന്നുള്ളതാണ്. ഇത്തരം ചർച്ചകൾ കേരളത്തിൻ്റെ സൗഹൃദാന്തരീക്ഷത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കും എന്ന് നാം കൃത്യമായിട്ടും മനസ്സിലാക്കണം, അതല്ലെങ്കിൽ വിലയിരുത്തണം. അതുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഹിജാബ് വിവാദമാണെങ്കിലും മറ്റേത് വിവാദങ്ങളാണെങ്കിലും അതിനെ കത്തിച്ചു നിർത്താനല്ല, മറിച്ച് പറയേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷം അത്തരം വിവാദങ്ങളെ കെടുത്തിക്കളയാനുള്ള ശ്രമമാണ്. എപ്പോഴും അതങ്ങ് സമൂഹത്തിലിങ്ങനെ കത്തിച്ചു നിൽക്കണം എന്നുള്ള ഒരു ചിന്തയല്ല, വിവാദങ്ങളെ കെടുത്താനുള്ള ശ്രമമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. വിശേഷിച്ചും ഇസ്ലാമിക സമൂഹം എന്ന നിലയിൽ ആ ഒരു ദൗത്യം നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ വചനം. അള്ളാഹു എന്താണ് ഈ ഉമ്മത്തിൻ്റെ ദൗത്യമെന്ന് പറയുകയാണ്. അള്ളാഹു പറയാൻ, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ടിട്ടുള്ള ഉത്തമ സമൂഹമാണ് നിങ്ങൾ. നിങ്ങൾക്ക് കൃത്യമായ ദൗത്യമുണ്ട്. എങ്ങനെ നിങ്ങൾ ഉത്തമ സമൂഹമായി? നിങ്ങൾക്ക് ദൗത്യമുള്ളത് കൊണ്ടാണ്. എന്താണ് നിങ്ങളുടെ ദൗത്യം? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന കൃത്യമായ ദൗത്യമുള്ള സമൂഹമാണ് നിങ്ങളെന്ന് ഖുർആൻ പറയാൻ. നിങ്ങളെ ഖൈറു ഉമ്മത്താക്കി അല്ലാഹു തആല മാറ്റിയിരിക്കുന്നു. നിങ്ങൾ ഖൈറു ഉമ്മത്താണ്, ഏറ്റവും നല്ല സമുദായമാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണെന്ന് പറഞ്ഞു? നിങ്ങൾക്ക് കൃത്യമായ ദൗത്യം ഉള്ളതുകൊണ്ട്. നന്മ കൽപ്പിക്കുക, തിന്മ തടയുക, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന കൃത്യമായ ദൗത്യം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ആ ദൗത്യം നിർവഹിക്കുമ്പോഴാണ് നിങ്ങൾ ഉത്തമ സമൂഹമായി മാറുന്നത് എന്നാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പറയുന്നത്. വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും. വേദക്കാരായ ആളുകൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഉത്തമമായേന. മിൻഹുമുൽ മുഅ്മിനൂന വ അക്സറുഹുമുൽ ഫാസിഖൂൻ. അവരിൽ വിശ്വസിച്ചവരുണ്ട്, പക്ഷേ അധിക ആളുകളും അധർമ്മികളാണ്. അവരും വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നന്മ കൽപ്പിക്കാനും തിന്മയിൽ നിന്ന് ആളുകളെ അകറ്റാനും വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിൽ അത് ഉത്തമമായേന. നിങ്ങൾക്കുള്ള ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യമാണ് നിങ്ങളെ ഖൈറു ഉമ്മത്താക്കിയത്. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നന്മ കൽപ്പിക്കുക, തിന്മ തടയുക എന്നതാണ് ആ ദൗത്യമെന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇപ്രകാരം വിശദീകരിക്കുന്നുണ്ട്. അന്ന മാലിക് ബിൻ ദൈഫ് വവഹബ് ബിൻ യഹൂദ അൽ യഹൂദിയൈനി ഖാലാ. രണ്ട് ജൂതന്മാർ, അവരിൽ ഒരാളുടെ പേര് മാലിക് ബിൻ ദൈഫ് എന്നാണ്, മറ്റേയാളുടെ പേര് വഹബ് ബിൻ യഹൂദ എന്നാണ്. മാലിക് ബിൻ ദൈഫും അതുപോലെ തന്നെ വഹബ് ബിൻ യഹൂദ, ഈ രണ്ട് ജൂതന്മാരും സ്വഹാബിമാരിൽപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സാലിം മൗലാ ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹും ഈ സ്വഹാബിമാരോട് പറഞ്ഞു, ദീനുനാ ഖൈറു മിമ്മാ തദ്ഊനാ ഇലൈഹി വനഹ്നു അഫ്ദലു മിൻകും. ഞങ്ങളുടെ മതം എന്ന് പറഞ്ഞാൽ ജൂതമതം നിങ്ങളുടെ മതത്തെക്കാൾ ഉത്തമമാണ്. ഞങ്ങൾ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ്, ഞങ്ങൾ നിങ്ങളെക്കാൾ ഉത്കൃഷ്ടരാണ് എന്നാണ് ഈ രണ്ട് ജൂതന്മാരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യഗണങ്ങളായ മേൽപ്പറയപ്പെട്ട ആളുകളോട് പറഞ്ഞത്. ഈ ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ ഇറങ്ങുന്നത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ഇല്ലാ, നിങ്ങൾ തന്നെയാണ് ഉത്തമ സമൂഹം. അല്ലാഹു നിങ്ങളെ ഉത്തമ സമൂഹമാക്കിയിരിക്കുന്നു. ആരെ? ഈ വിശ്വസിച്ച ആളുകളെ, മുസ്ലിം സമൂഹത്തെ അല്ലാഹു ഉത്തമ സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു. എന്ത് മാനദണ്ഡത്തിലാണ് ഉത്തമ സമൂഹമാക്കി മാറ്റിയിരിക്കുന്നത്? നിങ്ങൾ ദൗത്യം നിർവഹിക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ദൗത്യം നിർവഹിക്കാൻ ബാധ്യസ്ഥരായവരാണ് എന്ന അടിസ്ഥാനത്തിൽ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ആ ദൗത്യം
നിങ്ങൾ നിർവഹിക്കുന്നു എന്നതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട സമൂഹമാണ്, ഉത്തമ സമൂഹമാണ് നിങ്ങൾ. അള്ളാഹു പറയാണ് വിശുദ്ധ ഖുർആനിലൂടെ. സഹോദരങ്ങളെ, ഈ ഖുർആൻ വചനത്തിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചത്. സഹോദരങ്ങളെ, ഈ ഖുർആൻ വചനത്തെ വിശദീകരിക്കുന്ന ധാരാളം ഹദീസുകൾ അഥവാ നബി വചനങ്ങളുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും തൂഫൂന സബഈന ഉമ്മത്തൻ അൻതും ഖൈറുഹാ വ അൻതും അക്രമു അലല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ 70 സമുദായങ്ങളെ പൂർത്തീകരിക്കുന്ന സമുദായമാണ്. ഉമ്മത്ത് മുഹമ്മദ്, ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം എന്ന് പറയുന്നത് 70 സമൂഹങ്ങളെ പൂർത്തീകരിക്കുന്ന സമുദായമാണ്. അൻതും ഖൈറുഹാ വ അൻതും അക്രമു അലല്ലാഹ്. നിങ്ങളാണ് ആ സമുദായങ്ങളിലെല്ലാം ഏറ്റവും ഉത്തമമായ സമുദായം. നിങ്ങളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയരായിട്ടുള്ള ജനസമൂഹം എന്ന് പറയുന്നത്. എന്നാൽ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചു, ഈ ഉത്തമ സമൂഹം എന്ന് പറയുന്ന ഈ അവസ്ഥ ലൈസത്ത് മുത്ലഖത്തൻ, അത് നിരുപാധികമായിട്ട് നേടിയെടുക്കുന്നതല്ല. ഈ സമുദായത്തിൽ പിറന്നു എന്നതുകൊണ്ട് മാത്രം ആ ഒരവസ്ഥയിലേക്ക് ഒരാളും ഉയരുന്നില്ല. ബൽഹിയ മുർത്തബിതത്തും ബിതഹ്ഖീഖി ഹാദിഹി സിഫാത്തിൽ മദ്കൂറ. ഖുർആൻ പറയപ്പെട്ട ഈ വിശേഷണങ്ങൾ ഉണ്ടല്ലോ, ആ വിശേഷണങ്ങൾ അത് സാക്ഷാത്കരിക്കുന്നതിലൂടെ മാത്രം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ് ഉത്തമ സമൂഹം എന്ന് പറയുന്ന ആ നല്ല അവസ്ഥ എന്ന് പറയുന്നത്. ആ ഖുർആൻ പിന്നീട് വിശദീകരിച്ച ആ 4 കാര്യങ്ങൾ, അതിലൊന്ന് ഉഖ്രിജത്തിൽ നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട സമൂഹമാണ് എന്നുള്ളതാണ്. നിങ്ങൾ വംശീയമായിട്ട് ചിന്തിക്കുന്നവരായിട്ട് മാറാൻ പാടില്ല. നിങ്ങൾ വർഗീയമായി വിഭാഗീയമായി ചിന്തിക്കുന്നവരോ നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ആളുകളാണ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരോ ആയി മാറാൻ പാടില്ല. മറിച്ച് നിങ്ങൾ ഒന്നാമതായി പറഞ്ഞു ഉഖ്രിജത്തിൽ നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട സമുദായമാണ് എന്ന ചിന്തയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാവണം. അതാണ് ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞു തഅ്മുറൂന ബിൽ മഅറൂഫ്, അംറും ബിൽ മഅറൂഫ് നിർവഹിക്കുന്നവരാവണം നിങ്ങൾ, നന്മ കൽപ്പിക്കുന്നവരാവണം. എന്ന് പറഞ്ഞാൽ അദ്ദഅവതു ഇലാ മാ അമറല്ലാഹു ബിഹി, അള്ളാഹു കൽപ്പിച്ചതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരായി മാറാൻ നിങ്ങൾക്ക് സാധ്യമാവേണ്ടതുണ്ട്. വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിലക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം. അന്നഹ്യു അനിൽ മുൻകർ എന്ന് പറഞ്ഞാൽ അത്തഹ്ദീറു മിമ്മാ നഹല്ലാഹു അൻ, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നവരായി നിങ്ങൾ മാറേണ്ടതുണ്ട്. വതുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടാണ്, അൽ ഈമാനു ബില്ലാഹ്, ഹൃദയത്തിൽ നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങളെ ദൗത്യമാസകലം നിർവഹിക്കേണ്ടത്. അള്ളാഹുവിൽ ശരിയായും പൂർണ്ണമായും വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാവണം. വ്യാഖ്യാതാക്കൾ വതുഅ്മിനൂന ബില്ലയെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അൽ ഈമാനുൽ ഖവിയ്യു ബില്ലാഹി യത്ബഉഹുൽ അമലു സ്വാലിഹു, അള്ളാഹുവിലുള്ള ശക്തമായ വിശ്വാസം നിങ്ങൾക്കുണ്ടാവണം. ആ ശക്തമായ വിശ്വാസത്തെ തുടർന്ന് വരുന്ന സുഹൃതങ്ങളും നിങ്ങൾക്കുണ്ടാവണം. ഈ ദൗത്യം നിർവഹിക്കുവാൻ ബാധ്യസ്ഥരായ ഒരു ജനസമൂഹമാണ് ഇസ്ലാമിക ഉമ്മത്തെന്ന് പറയുന്നത്. ഒരു പ്രകോപനത്തിനും വശംവദരാവാതെ, ഒരു സാഹചര്യത്തിലും ഒരു തരത്തിലുള്ള പ്രകോപനങ്ങൾക്കും വശംവദരാവാതെ ഈ ദൗത്യം നിർവഹിക്കുവാൻ അവർക്ക് സാധിക്കണമെന്നുള്ളതാണ്. കാരണം ഈ ദൗത്യം നിർവഹിക്കുന്നവർ ഉമ്മത്തുൻ വസത്താണ്, മധ്യമ സമൂഹമാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാഅ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദാ, അപ്രകാരം നാം നിങ്ങൾ ഒരു മധ്യമ സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു. തീവ്രതയുടെയും ജീർണതയുടെയും രണ്ടറ്റങ്ങളിലേക്കും വ്യതിചലിക്കാത്ത ഒരു മധ്യമ സമൂഹമാക്കി നിങ്ങളെ നാം മാറ്റിയിരിക്കുന്നു. എന്തിനാണ് മധ്യമ സമൂഹമാക്കി മാറ്റിയത്? നിങ്ങൾ ഈ ദൗത്യം നിർവഹിക്കുവാൻ. ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവാൻ. വയകൂന റസൂലു അലൈക്കും ഷഹീദാ, പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവാൻ വേണ്ടിയാണ് നാം നിങ്ങളെ ഒരു മധ്യമ സമൂഹമാക്കി മാറ്റിയതെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞതുപോലെ തീവ്രതയുടെയും ജീർണതയുടെയും 2 ധ്രുവങ്ങളിലേക്കും വ്യതിചലിക്കാതെ മധ്യമമായ നിലപാടിൽ നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രബോധനം, ദൗത്യ നിർവഹണം
നടത്തുന്നവരായി നിങ്ങൾ മാറണം. ദൗത്യം നിർവഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഉമ്മത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പ്രവാചകന്റെ അടുക്കലേക്ക് എഴുന്നേറ്റ് വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, അയ്യുന്നാസി ഖൈർ, ഏത് മനുഷ്യരാണ് ഏറ്റവും ഉത്തമർ, ഏത് ജനങ്ങളാണ് ഏറ്റവും ഉത്തമർ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുന്നാസി അഖ്റഉഹും വഅത്ഖാകും ലില്ലാഹ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ അവരിൽ വിശുദ്ധ ഖുർആൻ ഏറ്റവും നന്നായും കൂടുതലായും പാരായണം ചെയ്യുന്നവരാണ്. ഖുർആൻ പഠിക്കുക, പാരായണം ചെയ്യുക, അതുമാത്രമല്ല അതിനനുസരിച്ച് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണ്. അത്ഖാകും ലില്ലാഹ്, അതിനനുസരിച്ച് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരുമാണ്. ഖുർആൻ നന്നായി പഠിക്കുകയും പാരായണം ചെയ്യുകയും അതിനനുസരിച്ച് അള്ളാഹുവിനെ നന്നായി സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. തീർന്നില്ല, അവരുടെ ദൗത്യം തീർന്നിട്ടില്ല. വആമുറുഹും ബിൽ മഅറൂഫി വഅൻഹാഹും അനിൽ മുൻകർ, അവരിൽ ഏറ്റവും കൂടുതലായിട്ട് നന്മ കൽപ്പിക്കുന്നവരും അവരിൽ ഏറ്റവും കൂടുതലായി ആളുകളെ തിന്മയിൽ നിന്ന് അകറ്റുന്നവരുമാണ്. വഔസുലഹും ലിർറഹിം, അവരിൽ ഏറ്റവും കൂടുതലായി കുടുംബബന്ധം ചേർക്കുന്നവരുമാണ്. ഏറ്റവും നല്ല ആളുകൾ ആരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി ചോദിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി, ജനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടും നന്നായും ഖുർആൻ പാരായണം ചെയ്യുന്നവരും അള്ളാഹുവിനെ ഏറ്റവും കൂടുതലായി സൂക്ഷിക്കുന്നവരും മാത്രമല്ല ഏറ്റവും കൂടുതലായിട്ട് നന്മ കൽപ്പിക്കുന്നവരും ഏറ്റവും കൂടുതലായിട്ട് തിന്മ തടയുന്നവരും ഏറ്റവും നന്നായിട്ട് കുടുംബ ബന്ധം ചേർക്കുന്നവരുമാണ്. സഹോദരങ്ങളെ, ദൗത്യമുണ്ട്. ആ ദൗത്യം ഭംഗിയായിട്ട് ഒരു മധ്യമ സമൂഹം എന്ന നിലയിൽ നിർവഹിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹിജാബിൻ്റെ പേരിലാണെങ്കിലും മറ്റേത് വിഷയത്തിലാണെങ്കിലും ആനന്ദ പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതേ ഭാഷയിൽ അതേ ശൈലിയിൽ മറുപടി പറയുക എന്നതല്ല വിശ്വാസികൾ ചെയ്യേണ്ടത്. മറിച്ച് വിശ്വാസികൾക്കുണ്ടാവേണ്ടുന്ന ഒന്നാമത്തെ ബോധ്യം, പറയേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. അതോടൊപ്പം തന്നെ വിശ്വാസികൾക്കുണ്ടാവേണ്ടുന്ന ഒന്നാമത്തെ ബോധ്യമെന്ന് പറയുന്നത് തങ്ങളൊരു പ്രബോധക സംഘമാണ്. ഈ സമൂഹം ഉമ്മത്ത് മുഹമ്മദ്, ഉമ്മത്തുൽ ഇസ്ലാം, ഇസ്ലാമിക സമൂഹം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം എന്ന് പറയുന്നത് ഒരു പ്രബോധക സംഘമാണെന്നുള്ള ബോധമാണ് ഒന്നാമതായിട്ടുണ്ടാവേണ്ടത് എന്നുള്ളതാണ്. അതാണ് അല്ലാഹു തആല പറയുന്നതും, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. അല്ലാഹു പറയാണ്, പ്രവാചകരെ നിങ്ങൾ പറയണം, ഇതാണ് എൻ്റെ വഴി, ഈ പ്രബോധനമാണ് എൻ്റെ മാർഗം, അല്ലാഹുവിലേക്ക് ഞാൻ ആളുകളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. അലാ ബസീറത്തിൻ, ഒരു ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ. ഇത് ഞാൻ മാത്രം ചെയ്യുന്ന പണിയല്ല, ഞാൻ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ വമനിത്തബഅനി, എന്നെ പിൻപറ്റിയ ആളുകളും. സ്വഹാബിമാർ, അവരെ സംബന്ധിച്ച് മാത്രമല്ല ഇത്തബഅനി എന്ന് പറഞ്ഞത് സ്വഹാബിമാരത് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രവാചകനെ പിൻപറ്റിയ ഓരോരുത്തരും ചെയ്യാൻ ബാധ്യസ്ഥരായ ഒരു കാര്യമാണ് ഇസ്ലാമിൻ്റെ ദൗത്യനിർവഹണം, പ്രബോധനമാവുന്ന ദൗത്യനിർവഹണം എന്ന് പറയുന്നത്. എല്ലാവരും ഈ പ്രബോധക സംഘത്തിലെ അംഗമാണെന്നുള്ള തിരിച്ചറിവോട് കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമതായിട്ട് നമുക്കുണ്ടാവേണ്ടുന്ന ബോധ്യം എന്നുള്ളത്. ഒരു പ്രബോധക സംഘം എന്ന നിലയിൽ അസഹിഷ്ണുക്കളായിട്ടോ അക്ഷമരായിട്ടോ ഈ സമുദായം നിലനിൽക്കാൻ പാടില്ല, മാറാൻ പാടില്ല. മറിച്ച് എപ്പോഴും തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുന്നവരായ വിശ്വാസികൾ മാറണം. ഖുർആൻ എപ്പോഴും പറയുന്നതാണ്, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളത്. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, നന്മയും തിന്മയും തുല്യമാവുകയില്ല. തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്. ഫൈദല്ലദീ ബൈനക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. അങ്ങനെ തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങൾക്കും നിങ്ങളോട് വിരോധമുള്ള ആളുകൾക്കുമിടയിൽ എന്തെന്നില്ലാത്തൊരു മൈത്രീ ബന്ധം രൂപപ്പെടുന്നതാണ്. പക്ഷേ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന ദൗത്യം വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹള്ളിൻ അളീം, ക്ഷമാലുക്കളായ ആളുകൾക്ക്, മഹാഭാഗ്യവാന്മാരായ ആളുകൾക്കല്ലാതെ അത് നിർവഹിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്.
ധാരാളം സ്ഥലങ്ങളിൽ പറയാണ് ഖുർആൻ, തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് പ്രതിരോധിക്കണം. ബുദ്ധിമാന്മാരുടെ ലക്ഷണമായിട്ട്, അടയാളമായിട്ട് ഖുർആൻ പറയാണ്, വയദ്റഊന ബിൽ ഹസനത്തി സയ്യിആ, അവർ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുന്നവരാണ്. ഈ വചനത്തെ ഖുർആൻ വ്യാഖ്യാതാക്കൾ, മുഫസ്സിറുകൾ പ്രത്യേകം വിശദീകരിച്ചുകൊണ്ട് പറയാണ്, മൻ അസാ ഇലൈഹിം ബിഖൗലിൻ ഔ ഫിഅലിൻ, ആരെങ്കിലും ഈ പറയുന്ന സത്യവിശ്വാസികളോട്, ബുദ്ധിമാന്മാരോട് മോശമായ വാക്കോ മോശമായ പ്രവൃത്തിയോ അവരുടെ മുമ്പിൽ കാഴ്ചവെച്ചാൽ, മോശമായ രീതിയിൽ പറയുകയോ സംസാരിക്കുകയോ മോശമായ പ്രവൃത്തിയിൽ നേരിടുകയോ ചെയ്തു കഴിഞ്ഞാൽ, ലം യുഖാബിലൂഹു ബിഫിഅലിഹി, അതേ രീതിയിൽ അതേ പ്രവർത്തനം കൊണ്ട് അതേ മോശമായ ഭാഷയിലും അതുപോലെ മോശമായ വാക്കുകളാലും പ്രവൃത്തികളാലും സത്യവിശ്വാസികൾ അവരെ നേരിടുകയില്ല എന്നുള്ളതാണ്. ലം യുഖാബിലൂഹു ബിഫിഅലിഹി, അതേ ദുശ്ചൈതി കൊണ്ട് അവരെ നേരിടുകയില്ല. ബൽ ഖാബലൂഹു ബിൽ ഇഹ്സാനി ഇലൈഹി, മറിച്ച് അവരെ നേരിടുക അവർക്ക് നന്മ ചെയ്തുകൊണ്ടാണ്. ഫയുഅ്തൂന മൻ ഹറമഹും, ഇങ്ങോട്ട് നൽകാത്ത ആളുകൾ, ഇങ്ങോട്ട് തടഞ്ഞ ആളുകളുണ്ടല്ലോ, അവർക്കും സത്യവിശ്വാസികൾ നൽകും, ബുദ്ധിമാന്മാർ നൽകും എന്നുള്ളതാണ്. വയഅഫൂന അമ്മൻ ളലബഹും, ഇങ്ങോട്ട് അക്രമം ചെയ്ത ആളുകൾക്ക് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ളതാണ്. വയസ്ലൂന മൻ ഖതഅഹും, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോടും അങ്ങോട്ട് ബന്ധം ചേർക്കും എന്നുള്ളതാണ്. വയുഹ്സിനൂന ഇലാ മൻ നസാഅ ഇലൈഹിം, ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് അങ്ങോട്ട് നന്നായി പെരുമാറുന്നവരാണ് ബുദ്ധിമാന്മാർ. സഹോദരങ്ങളെ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ വിശദീകരണമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പരാതി പറയുന്നുണ്ട്, അല്ലാഹുവിൻ്റെ ദൂതരെ, യാ റസൂലല്ലാഹ്, ഇന്നലി ഖറാബത്തൻ അസ്ലുഹും വയഖതഊനി, എനിക്ക് ചില ബന്ധുക്കളുണ്ട്, ഞാൻ അവരോട് നന്നായിട്ട് കുടുംബബന്ധം ചേർക്കുന്നുണ്ട്, പക്ഷേ എന്നോട് അവർ കുടുംബബന്ധം മുറിക്കുകയാണ്. വഉഹ്സിനു ഇലൈഹിം വയുസീഊന ഇലയ്യ, ഞാൻ അവർക്ക് നന്മ ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ എന്നോട് മോശമായി പെരുമാറുകയാണ്. വഅഹ്ലമു അൻഹും വയജ്ഹലൂന അലയ്യ, ഞാൻ അവരോട് വിവേകത്തോടു കൂടി പെരുമാറുന്നുണ്ട്, പക്ഷേ അവരെന്നെ അവഗണിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയിൻ കുൻത കമാ ഖുൽത്, നീ പറയുന്നത് പോലെയാണ് നിന്റെ അവസ്ഥയെങ്കിൽ, ഫകഅന്നമാ തുസിഫുഹുമുൽ മല്ല, നീ അവരെ വെണ്ണീർ തീറ്റിക്കുന്നവനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അവരവരുടെ നാശം ഏറ്റുവാങ്ങുകയാണ്. അതേസമയം വലാ യസാലു മഅക മിനല്ലാഹി ലഹീറുൻ അലൈഹിം മാദും തഅലാ ദാലിക്, നീ ഈ അവസ്ഥയിൽ ആയിരിക്കുന്നിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ അവരെങ്ങോട്ട് ബന്ധം മുറിച്ചാലും അങ്ങോട്ട് ചേർക്കുകയും ഇങ്ങോട്ട് മോശമായി പെരുമാറിയാലും അങ്ങോട്ട് നന്നായി പെരുമാറുകയും ഇങ്ങോട്ട് അവഗണിച്ചാലും അങ്ങോട്ട് വിവേകത്തോടു കൂടി പെരുമാറുകയും ചെയ്യുന്ന ഒരവസ്ഥ നിന്നിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, വലാ യസാലു മഅക മിനല്ലാഹി ലഹീറുൻ അലൈഹിം മാദും തഅലാ ദാലിക്, അങ്ങനെ നീ നിലനിൽക്കുന്ന കാലത്തോളം അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സഹായം നിനക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നത് ബന്ധുക്കളോടും കുടുംബക്കാരോടും മാത്രം ചെയ്യേണ്ട കാര്യമല്ല, മറിച്ചൊരു സത്യവിശ്വാസി എല്ലാവരോടും ഈ ഒരു നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. മറിച്ചും ഇന്നത്തെ ഒരു കേരളീയ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത് ബോധപൂർവം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. വിശേഷിച്ചും മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലും അതുപോലെ തന്നെ മുസ്ലിം ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിലുമെല്ലാം തന്നെ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാറ്റിൻ്റെ പിന്നിലും അധികാര രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. വിശേഷിച്ചും പ്രത്യേകിച്ചും നമുക്കറിയാം, നമ്മുടെ നാട് രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഒരു പഞ്ചായത്ത് ഇലക്ഷനും അതിനെ തുടർന്ന് വരുന്ന നിയമസഭാ ഇലക്ഷനുമെല്ലാം വരികയാണ്. അപ്പോഴേക്കും ഈ പൈശാചിക ശ്രമങ്ങൾ കൂടുതൽ ശക്തിപ്പെടും. പക്ഷേ നമ്മൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക്, നമ്മളൊരു പ്രബോധക സംഘം എന്ന നിലയ്ക്ക് കൂടുതൽ ബോധവാന്മാരാവണം. ഇവിടെ നന്മ കൊണ്ടുള്ള പ്രതിരോധമാണ് വിജയിക്കേണ്ടത്. തെറ്റിദ്ധാരണ നീക്കാൻ അത്തരം നല്ല പെരുമാറ്റങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കും, ഒരു സംശയവുമില്ല. സഹോദരങ്ങളെ, ഇന്നും അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ, നന്മ കൊണ്ടുള്ള പ്രതിരോധം എത്രമാത്രം സമൂഹത്തിൽ വിജയിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട കുറിപ്പുകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു കുറിപ്പ് ഇപ്രകാരമാണ്. മലയാളിയായ ഒരു മുസ്ലിം സഹോദരൻ്റെ കുറിപ്പാണ്. അദ്ദേഹം എഴുതുകയാണ്, ബാംഗ്ലൂരിൽ ഞാൻ ചെറിയൊരു കച്ചവടവുമായിട്ട് കഴിഞ്ഞിരുന്ന കാലം എൻ്റെ സുഹൃത്തും നാട്ടുകാരനുമായ മുസ്ലിം സഹോദരൻ്റെ കടയിലേക്ക് ഒരു ക്രൈസ്തവ സഹോദരൻ ഉപഭോക്താവായിട്ട് കടന്നു വരികയാണ്. ആ സഹോദരൻ എഴുതുകയാണ്,
അദ്ദേഹം ഒരു കച്ചവടവുമായിട്ട് ബാംഗ്ലൂരിൽ കഴിഞ്ഞുകൂടുന്ന കാലം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ, മുസ്ലിം സഹോദരനായ കൂട്ടുകാരൻ്റെ കടയിലേക്ക് ഒരു ക്രൈസ്തവ സുഹൃത്ത് കടന്നു വരികയാണ്. അന്ന് സാധനങ്ങൾ വാങ്ങാൻ വന്ന അദ്ദേഹം ക്രിസ്തുമതത്തിൻ്റെ ഒരു പ്രചാരകൻ കൂടിയാണ്. കേവലം ഒരു ക്രിസ്തുമത വിശ്വാസി മാത്രമല്ല, അദ്ദേഹം ക്രിസ്തുമതത്തിൻ്റെ ഒരു പ്രചാരകൻ കൂടിയായിരുന്നു. ആ സഹോദരൻ സംസാരത്തിലുടനീളം ഇസ്ലാമിനെയും ഖുർആനിനെയും നിശിതമായിട്ട് വിമർശിക്കാനാണ് ശ്രമിച്ചത്. അവസാനം വലിയൊരു ബാഗ് വാങ്ങി തിരിച്ച് അദ്ദേഹം കടയിൽ നിന്ന് പോകുമ്പോൾ ഒരു വെല്ലുവിളി നടത്തിക്കൊണ്ടാണ് അദ്ദേഹം കടയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എന്താണ് അദ്ദേഹം നടത്തിയ വെല്ലുവിളി? തെറ്റ് ചെയ്തവരോട് പൊറുക്കണമെന്നോ തിന്മ ചെയ്തവരോട് നന്മ ചെയ്യണമെന്നോ ബൈബിളിൽ ഉള്ളതുപോലെ സഹനത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും പാഠങ്ങൾ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം കടയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷേ ഈ കുറിപ്പുകാരൻ അതിനോട് ഈ കടയിലെ ആ സഹോദരൻ, മുസ്ലിം സഹോദരൻ അതിനോട് പ്രതികരിച്ചതായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ അതിനുശേഷം വേറൊരു കാര്യം ഇതെഴുതിയ സഹോദരൻ പിന്നീട് പങ്കുവെക്കുന്നുണ്ട്. വെല്ലുവിളിച്ച് ഇറങ്ങിപ്പോയ ആ ക്രൈസ്തവ സഹോദരനെ പിന്നെ കാണുന്നത് ബാംഗ്ലൂരിലെ ഒരു മസ്ജിദിലെ ഇഫ്താർ സംഗമത്തിലാണ്. എന്തിനാണ് ആ സഹോദരൻ അവിടെ ഇഫ്താർ സംഗമത്തിൽ വന്നിട്ടുള്ളത്? ഒരു സൗഹൃദ ഇഫ്താറിൻ്റെ ഭാഗമായി നമ്മളൊക്കെ സൗഹൃദ ഇഫ്താറുകൾ നടത്താറുണ്ട്. സഹോദര സമുദായാംഗങ്ങളെ കൂട്ടി അങ്ങനെയുള്ള ഒരു സൗഹൃദ ഇഫ്താറിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല ആ മസ്ജിദിൽ. മറിച്ച് അദ്ദേഹം ഒരു മുസ്ലിമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തുമതം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാം പുൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഗൗരവത്തിലുള്ള പഠനം അയാളെ ഇസ്ലാമിൽ എത്തിച്ചിരിക്കണം. അതായിരിക്കാം അയാളെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുവാൻ അയാളെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത്. ഇന്ന് ഇസ്ലാം വിരോധികൾ, നമുക്കറിയാം, ഇവാഞ്ചലിസ്റ്റുകളും അതുപോലെ തന്നെ ഓറിയന്റലിസ്റ്റുകളുമെല്ലാം എഴുതിയ പുസ്തകങ്ങളും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമെല്ലാം കേട്ടുകൊണ്ടാണ് പലപ്പോഴും പലരും ഇസ്ലാം വിരോധികളായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നവനാസ്തികരുടെ ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾ കൂടിയായപ്പോൾ ആളുകളുടെ തെറ്റിദ്ധാരണകൾ കൂടുതൽ ശക്തിപ്പെട്ടു എന്നുള്ളതാണ്. ഇങ്ങനെ തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്ക് ഇസ്ലാമിനെ പഠിക്കാൻ പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഖുർആൻ പരിഭാഷകൾ, ലഘുലേഖകൾ എത്തിച്ചു കൊടുക്കുക, അതെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിയായ ഇസ്ലാം എന്താണ്? ശരിയായും ഖുർആൻ്റെ ഉള്ളടക്കം എന്താണ്? ഈ ഇസ്ലാം വിരുദ്ധരെ പ്രചരിക്കുന്നതിനപ്പുറത്തുള്ള ശരിയായ ഇസ്ലാം വിരുദ്ധരെ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്നത് അത് മാനവിക വിരുദ്ധമായിട്ടുള്ള ഇസ്ലാമാണ്. അത് നന്മകളൊന്നുമില്ലാത്ത ഇസ്ലാമാണ് ഇസ്ലാം വിരുദ്ധർ പ്രചരിപ്പിക്കുന്നത്. അതിനപ്പുറത്ത് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്താണ്? യഥാർത്ഥത്തിൽ ഖുർആൻ എന്താണ് പറയുന്നത്? യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്തായിരുന്നു എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ ആവശ്യമായ കൃതികളും ലഘുലേഖകളും ഖുർആൻ പരിഭാഷകളും പരമാവധി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാവണം നമ്മുടെ ദൗത്യം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസനതി വജാദിൽഹും ബില്ലത്തി ഹി അഹ്സൻ. അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിലേക്ക് തത്വദീക്ഷയോടുകൂടി നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് നീ ക്ഷണിക്കണം. വജാദിൽഹും ബില്ലത്തി ഹി അഹ്സൻ, ഏറ്റവും നല്ലതിനെ പകരം നൽകിക്കൊണ്ട് അവരോട് നീ സംവദിക്കണം. നല്ലതിനെ പകരം നൽകി എന്നല്ല ഖുർആൻ പ്രയോഗിച്ചത്, മറിച്ച് ഏറ്റവും നല്ലതിനെ പകരം നൽകിക്കൊണ്ട് നീ അവരോട് സംവദിക്കണം. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. നിശ്ചയം നിന്റെ രക്ഷിതാവിന് നല്ലതുപോലെ അറിയാം ആരാണ് വഴിതെറ്റിപ്പോയതെന്നും ആരാണ് സന്മാർഗത്തിലുള്ളതെന്നും അള്ളാഹുവിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് തത്വദീക്ഷയോടുകൂടി നയപരമായിട്ട് ആളുകളെ ക്ഷണിക്കണം. നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ടും ഏറ്റവും നല്ലതിനെ പകരം നൽകിക്കൊണ്ട് നിങ്ങൾ അവരോട് സംവദിക്കുകയും ചെയ്യണമെന്ന് ഖുർആൻ പറയുകയാണ്. സഹോദരങ്ങളെ, അതോടൊപ്പം മനസ്സിലാക്കണം, വാക്കുകൊണ്ടുള്ള പ്രബോധനം മാത്രമല്ല, പ്രസംഗങ്ങൾ കൊണ്ടുള്ള പ്രബോധനം മാത്രമല്ല, അതല്ലെങ്കിൽ കൃതികളും പരിഭാഷകളും എത്തിച്ചു കൊടുത്തുകൊണ്ടുള്ള പ്രബോധനം മാത്രമല്ല, എല്ലാ ജനങ്ങളെയും ആകർഷിക്കാൻ ഉതകുന്ന രീതിയിലുള്ള സൽപെരുമാറ്റം അവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനും വിശ്വാസികൾക്ക് സാധിക്കണം. അത്തരം സൽപെരുമാറ്റം തീർച്ചയായിട്ടും ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ അവരുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അത് നീക്കിക്കളയും, ഒരു സംശയവുമില്ല. അതിന് ചരിത്രം സാക്ഷിയാണ്. ലോറൻ ബൂത്ത് നിങ്ങൾ കേട്ടിരിക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയറിൻ്റെ ഭാര്യ സഹോദരിയാണ് ലോറൻ ബൂത്ത്. അവരൊരു മാധ്യമ പ്രവർത്തക കൂടിയായിരുന്നു.
ലോറൻ ബൂത്ത് അവരുടെ ജേർണലിസത്തിൻ്റെ, ലോറൻ ബൂത്ത് ഒരു വനിതാ മാധ്യമ പ്രവർത്തക, അവരുടെ ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഫലസ്തീനിൽ എത്തിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഫലസ്തീനിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഇസ്ലാമോഫോബിയ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഫലസ്തീനികളെക്കുറിച്ച് എന്തെന്നില്ലാത്ത ഭീകരതയുടേതായിട്ടുള്ളൊരു ചിത്രം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇവരിങ്ങനെ ഫലസ്തീനിൽ പുതപ്പൊന്നുമില്ലാത്ത വല്ലാത്ത തണുപ്പുള്ള ഒരു കാലത്ത് ഇങ്ങനെ നടക്കുന്നത് ഒരു ഫലസ്തീനി വംശജയായിട്ടുള്ള ഒരു സഹോദരി, ഒരു സ്ത്രീ കാണുകയാണ്. അങ്ങനെ പുതപ്പൊന്നുമില്ലാത്ത പുതപ്പൊന്നുമില്ലാതെ ഒരു യുവതി ഇങ്ങനെ കൊടും തണുപ്പത്ത് നടക്കുന്നത് കാണുമ്പോൾ ആ യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ്. ലോറൻ ബൂത്തിനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ് ആ ഫലസ്തീനി സഹോദരി. സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോറൻ ബൂത്ത് പറയാണ്, കൊല്ലാൻ കൊണ്ടുപോവുകയാണ് എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഞാൻ അവരുടെ പിന്നാലെ നടന്നത്. പേടിയോടെ, ആശങ്കയോടെ എന്നെ ഇല്ലാതാക്കാനാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള വലിയ ഭീതിയോടുകൂടിയാണ് ഞാൻ അവരുടെ പിന്നാലെ നടന്നത്. കാരണം അങ്ങനെയായിരുന്നു അവരുടെ ബോധ്യം. അവർ ഫലസ്തീനിലേക്ക് വന്നത് ഫലസ്തീൻ വിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്, എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ സഹോദരി, ഈ സ്ത്രീ അവരെ കൊണ്ടുപോവുകയും ഒരു അതിഥിക്ക് നൽകാവുന്ന എല്ലാ മര്യാദകളും അവരോട് പാലിക്കുകയും ചെയ്തു. വീട്ടിലെത്തിയ ഉടനെ തന്നെ നല്ലൊരു കമ്പിളിപ്പുതപ്പ് നൽകി. അതിനുശേഷം കാപ്പി ഉണ്ടാക്കി കൊടുത്തു, ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, നല്ലതുപോലെ സൽക്കരിച്ചു. ഈ ലോറൻ ബൂത്ത് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ് സഹോദരങ്ങളെ ചരിത്രമെന്ന് പറയുന്നത്. അവരെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത് ആ ഫലസ്തീനി സഹോദരിയുടെ പെരുമാറ്റമായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് നല്ല പെരുമാറ്റങ്ങൾ. ഇസ്ലാമിനെ സംബന്ധിച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ചുമുള്ള തെറ്റിദ്ധാരണകൾ നീക്കാൻ ഉതകുന്നതാണ്. അതാണ് ഇസ്ലാമിക സാക്ഷ്യത്തിൻ്റെ രണ്ടാം ഭാഗം. ഒന്നാം ഭാഗം വാക്കുകൊണ്ടുള്ള സാക്ഷ്യമാണെങ്കിൽ രണ്ടാം ഭാഗം കർമ്മം കൊണ്ടുള്ള സാക്ഷ്യമാണ്. ഇതാണ് സഹോദരങ്ങളെ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. കാരണം പല ജാതി കുപ്രചരണങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. മദ്രസാധ്യാപകർക്ക് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നു എന്ന ആരോപണം ഉയർന്നു വന്നു. വർഷങ്ങൾക്ക് മുമ്പ്, കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെയുള്ള ആരോപണം ഉയർന്നു വന്നപ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകൾ ഒരുപാട് മറുപടി പറഞ്ഞതാണ്. പക്ഷേ ഇന്നും നമ്മൾ അത്തരം ആരോപണങ്ങൾ ആളുകൾ ഇങ്ങനെ ആവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്, കേൾക്കുന്നത്. ഒരു നുണ 100 തവണ ആവർത്തിച്ചാൽ അത് സത്യമായിട്ട് മാറുമെന്ന് ഹിറ്റ്ലറുടെ മന്ത്രിയായിട്ടുള്ള ഗീബൽസ് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഗീബൽസിയൻ തന്ത്രം എന്ന് പറയുന്നത്. ആ ഗീബൽസിയൻ തന്ത്രം ഇന്ന് സമൂഹത്തിൽ ധാരാളമായിട്ട് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയാവുന്നത് പോലുള്ള ഒരു മുൻ DGP, നമ്മുടെ ഒരു മുൻ DGP മുസ്ലിങ്ങളെ സംബന്ധിച്ച് നിരന്തരമായിട്ട് വംശീയമായിട്ടുള്ള പ്രചരണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിനെതിരെയും അതുപോലെ തന്നെ മുസ്ലിം പ്രമാണിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്കെതിരെയുമുള്ള വളരെ മോശമായ ഭാഷയിലുള്ള പ്രചരണങ്ങൾ അദ്ദേഹം നടത്തുകയാണ്. ഇതിൻ്റെ പിന്നിലെല്ലാം ഉള്ളത് സമൂഹത്തെ ധ്രുവീകരിക്കുക എന്നുള്ള ശ്രമമാണ് എന്ന തിരിച്ചറിവാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് 2 പ്രധാനപ്പെട്ട ബോധത്തോടുകൂടി ഈ സമുദായം മുന്നോട്ട് പോകണം, നമ്മൾ മുന്നോട്ട് പോകണം. അതിൽ ഒന്നാമത്തെ ബോധം നമുക്കുണ്ടാവേണ്ട ഒന്നാമത്തെ ബോധം നാം ഒരു പ്രബോധക സംഘമാണെന്നുള്ള തിരിച്ചറിവാണ്. ഒരു പ്രബോധക സംഘം എന്ന നിലയിൽ തീവ്രതയുടെയും ജീർണതയുടെയും 2 അറ്റങ്ങളിലേക്കും വ്യതിചലിക്കാതെ ദൗത്യ നിർവഹണത്തിൽ സജീവമായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഒരു പ്രബോധക സംഘം എന്ന നിലയിൽ നമുക്കുണ്ടാവേണ്ടുന്ന ബോധ്യം നമ്മൾ അക്ഷമരാവേണ്ടതല്ല. ഒരു ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ സഹനം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. മറിച്ച് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന ഖുർആനിക അധ്യാപനത്തിൻ്റെ ജീവിക്കുന്ന മാതൃകകളായി, അത് പറയുക മാത്രമല്ല, അതിൻ്റെ ജീവിക്കുന്ന മാതൃകകളായിട്ട് മുന്നോട്ട് പോവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാവണം. അള്ളാഹു ഈ 2 ദൗത്യങ്ങളും ഭംഗിയായി നിർവഹിക്കുവാൻ ഈ ഉമ്മത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ ഥാനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി രണ്ടാമതായും എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിൻ്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും അതുപോലെ തന്നെ വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും സുറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സാലിഹീങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യാസന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. തഖ്വയും ഈമാനും അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും വർദ്ധിപ്പിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് അള്ളാഹു ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും അല്ലാഹു തആല ഒരുക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാത്തരം മാർഗഭ്രംശങ്ങളിൽ നിന്നും, എല്ലാത്തരം അധാർമികതകളിൽ നിന്നും, എല്ലാത്തരം വഴികേടുകളിൽ നിന്നും അല്ലാഹു തആല നമ്മുടെ മക്കളെ പൂർണ്ണമായും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലാഹു പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തുമാറാവട്ടെ. ത്വലാഖ് ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, അതുപോലെ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന്, കടങ്ങളിൽ നിന്നുമെല്ലാം അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം, സ്വാതന്ത്ര്യം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ, ബൈത്തുൽ മഖ്ദിസ് സമ്പൂർണ്ണമായും വിമോചിതമാവുന്ന ഒരു കാലഘട്ടം പടച്ച തമ്പുരാനെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ നാഥ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ കൃഷിയിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. നന്മയും സമൃദ്ധിയും പ്രദാനം ചെയ്യണമേ നാഥ. പടച്ചവനെ, അല്ലാ ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. പടച്ചവനെ, നിന്നെ അല്ലാ എന്ന് വിളിക്കാൻ നിനക്ക് കോടാനക്കോടി അടിമകളുണ്ട്, സൃഷ്ടിജാലങ്ങളുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് അല്ലാ എന്ന് വിളിക്കാൻ പടച്ചവനെ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി, റഹ്മാനായി, റഹീമായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സകങ്ങളിലുള്ള എല്ലാ സതുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ച് തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൃഷിയിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുമ്മ റദ്ദ അൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ أجرنا من النار، اللهم أجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.